ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കറൻറ്റ് എനർജി എന്താണ്, ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇനി വരാൻ പോകുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിനകത്ത് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ഒരു ശാന്തത എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ അല്ലെങ്കിൽ മനോവേദനകൾ എല്ലാം നടന്നിട്ടുണ്ട്. രണ്ട് കൂട്ടുകാർക്കും ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരാളായിരിക്കും ഏറ്റവും കൂടുതൽ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ളത്. അത്രയും ആ ഒരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആ ഒരു യുദ്ധമെല്ലാം കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം എങ്ങനെയാണ് അതുപോലെ തന്നെ ഇരിക്കുന്നു. ഇപ്പോൾ അതിനകത്ത് ഒച്ചയില്ല, ബഹളമില്ല, അല്ലാന്നുണ്ടെങ്കിൽ വളരെ ആ ഒരു കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു നോ കോണ്ടാക്ട് പീരീഡിലൂടെ ആയിരിക്കണം ഭൂരിഭാഗം വ്യക്തികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ടുപേരും അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്, പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് യാതൊരു അനക്കവും ഇല്ല, ഒരു ജീവനില്ലാത്തൊരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ തമ്മിൽ നോ കോണ്ടാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും പരസ്പരം അന്യോന്യം എന്ത് ചെയ്യുന്നു എന്നറിയാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡായിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്, ഫീലിങ്സ് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏത് തരത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അറിയാനായിട്ട് രണ്ടുപേരും ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ രണ്ടുപേരും അതിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ചില കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ കോമൺ ആയിട്ട് തന്നെ വന്നിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത് രണ്ടുപേരുടെയും ആ ഒരു ഈഗോയിസ്റ്റിക് നേച്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഈഗോയിസ്റ്റിക് നേച്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ രണ്ട് പേരിൽ ആരെങ്കിലും ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും തിരിച്ചു പിടിക്കാൻ സാധിക്കും. പക്ഷേ രണ്ട് പേരും വളരെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചിലപ്പോൾ നിങ്ങൾ വളരെ മൗനമായിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് പ്രത്യേകിച്ച് യാതൊരു എനർജിയും ഷെയർ ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ഷെല്ലിനകത്ത് ഒതുങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ടിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് തന്നെയായിരിക്കാം. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുള്ളൊരവസ്ഥ, മൂവ് ഓൺ ചെയ്ത് പോയിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് എല്ലാം തരാതെ നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടാവാം. അതായത് നിങ്ങൾക്ക് ഒട്ടും ശ്രദ്ധ തരാതെ ഇവർ മാറിപ്പോയ ഒരു എനർജി നമുക്ക് പാസ്റ്റിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ആ ഒരു തീവ്രമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയായിരിക്കും. അതായത് ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സമയത്ത് അവർ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനം എടുത്തു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു സമയത്ത് ഇവരെടുക്കുന്ന ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളെയും കൂടി ഒന്ന് കൺസിഡർ ചെയ്തിട്ടുള്ളതായിരുന്നെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ഭയങ്കരമായിട്ടുള്ളൊരു കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വരില്ലായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കാണാം ആ ഒരു 2 ഓഫ് കപ്സിൻ്റെ എനർജി, അല്ലെങ്കിൽ ആ ഒരു കൈപിടിച്ച് അത്രയും ഒന്ന് ചേർന്ന് പോയിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. ആ ഒരു എനർജിയിലാണ് അതിൻ്റെ നേരെ താഴെ തന്നെ ആ ഒരു 2 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത്രയും രണ്ടുപേരും ഒരുപോലെ ഇരുന്ന ആ ഒരു എനർജിയിൽ നിന്ന് വീണ്ടും ആ ഒരു ഇൻഡിസിഷനിലേക്ക് വന്നിരിക്കുന്നു. വേണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് മൈൻഡിലേക്കാണ് പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയിട്ടുള്ളത്. ഇപ്പോൾ കറൻറ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും പാസ്റ്റ് മെമ്മറീസിൽ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസിൽ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നു എന്നുള്ളതാണ്. അതായത് എത്ര വേഗമാണ് വളരെയധികം ഒന്നായിട്ടിരുന്ന ആ ഒരു വ്യക്തികൾ സെപ്പറേറ്റ് ആയി പോയത് എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് രഹസ്യങ്ങൾ കൊണ്ട് നടന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും രണ്ടുപേരും പരസ്പരം എല്ലാ കാര്യങ്ങളും അറിഞ്ഞ് വളരെ സുതാര്യമായിട്ട് അത് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് അത്രയും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് നമുക്ക് അതിനെ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒളിയും മറയൊക്കെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരുപാട് സീക്രറ്റ്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കും അറിയാമായിരിക്കാം, പൂർണ്ണമായിട്ടും എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല,
അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്നോട് ചില കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കള്ളം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ രണ്ടുപേരുടെ ലൈഫിൽ ചില ട്രാൻസ്ഫർമേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഗുണകരമായിട്ടുള്ള ട്രാൻസ്ഫർമേഷൻ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്നതാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്കും അതുപോലെയുള്ള ഒരു അനുഭവങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പിൽ പോയിരുന്ന ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടായിട്ട് തന്നിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു പ്രചോദനം തന്നിട്ടുള്ള വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് നിന്നുള്ള ഈ ഒരു പേഴ്സൻ്റെ ഇറങ്ങിപ്പോക്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവാം. ഇപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം നിങ്ങളുടെ മറ്റ് ബന്ധങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ തകർന്നു പോകാനുള്ള സാഹചര്യം, അല്ലാന്നുണ്ടെങ്കിൽ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ട്രോമ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് അവരുടെ ജോലിക്കുള്ള ബുദ്ധിമുട്ടുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റുഡൻസ് ആണ്, പഠിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്റ്റഡീസിനകത്ത് തടസ്സങ്ങൾ നേരിടുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഡീഫെയിം കേൾക്കാനുള്ള ഒരു ഇടവരിക, നമ്മളൊന്നും ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ മോശക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് വരിക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങൾ നേരിട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ തന്നെ ചിലപ്പോൾ അത്രയും വെറുത്ത് പോയിട്ടുള്ള സിറ്റുവേഷൻ വേറെ ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും. ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരുപാട് വിഷമകരമായിട്ടുള്ള സിറ്റുവേഷനും സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അതിനകത്ത് ഒന്ന് വീണ് പോകുമെങ്കിൽ പോലും വളരെ കാര്യമായിട്ട് തന്നെ അതിൽ നിന്ന് പുറത്ത് കടന്നു വരുന്ന വ്യക്തികളുണ്ട്. അതായത് ചില ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരു ഡിറ്റർമിനേഷനോടുകൂടി വിൽ പവറോടു കൂടി വരുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ജീവിച്ചു കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് വരുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ അതുപോലെയുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് കരിയറിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അംബീഷൻ എന്താണോ അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അറ്റ്ലീസ്റ്റ് ഈ ഒരു പേഴ്സൺ കാണാൻ വേണ്ടിയിട്ടെങ്കിലും എനിക്ക് ഉയർത്തെണീറ്റ് നടക്കണം, അല്ലെങ്കിൽ എനിക്ക് കുറച്ചും കൂടി മുന്നിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട്. അപ്പോൾ ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് മൂലം ഏതെങ്കിലും തരത്തിലൊക്കെ നിങ്ങളെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചിലർക്ക് മോശം അനുഭവങ്ങളായിരിക്കും കൂടുതലുണ്ടാവുന്നത്, ചിലർക്ക് നല്ല അനുഭവങ്ങളും ആയിരിക്കും കൂടുതലുണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളിവിടെ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു റെസ്പോൺസും അങ്ങോട്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ ഒരു മൗനമായിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ഒരു പ്രതിപത്തി അങ്ങോട്ട് കാണിക്കാതെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നേരിട്ട അനുഭവങ്ങൾ കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇത്രയധികം പ്രതിസന്ധികൾ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള എക്സ്പീരിയൻസസ് ഒക്കെ ഉണ്ടായിട്ട് പോലും നിങ്ങൾ സ്റ്റിൽ ഈ ഒരു പേഴ്സണെ വെറുക്കുന്നില്ല എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് മാനസികമായിട്ട് ഈ ഒരു പേഴ്സണെ തീർത്തും വേണ്ട എന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ടാവില്ല. അതുപോലെയുള്ളൊരു എനർജിയാണ്. പക്ഷേ ഇവിടെയുള്ള ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നേരത്തെ ഈ ഒരു പേഴ്സണോട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് അത്രയധികം അഡിക്റ്റ് ആയിട്ട് നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവരില്ലെങ്കിൽ തന്നെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, ഒരു ദിവസമെങ്കിലും ഇവരോട് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷനെല്ലാം നിങ്ങൾക്ക് ഓവർകം ചെയ്ത് വളരെയധികം മുന്നോട്ട് ബോൾഡായിട്ട് വരാൻ തന്നെ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മൾ പരുവപ്പെടുക എന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിങ്ങളുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ എക്സ്പീരിയൻസസ് അത്രത്തോളം ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ പ്ലീസ് ചെയ്യാനൊക്കെ നോക്കിയിട്ടുള്ളൊരു പേഴ്സണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് ഒതുങ്ങിയൊക്കെ നിന്നിരുന്ന ഒരു പേഴ്സണാണ്, അല്ലെങ്കിൽ പലരെയും വിശ്വസിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു സ്വഭാവവും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ആരും ട്രസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. ഒരാളെ നിങ്ങൾ ഇനി കണ്ണടച്ച് വിശ്വസിക്കില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ആരുടെയും ഒരു പ്ലീസിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സിമ്പതിയോ ഒന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ എന്താണോ ആ ഒരു രീതിയിൽ തന്നെ വളരെ റോയായിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും മാറ്റങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സംഭവിച്ചിട്ട് പോലും സ്റ്റിൽ ആ ഒരു പേഴ്സണോടുള്ള ആ ഒരു ഫയർ അല്ലെങ്കിൽ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിനകത്ത് കെടാതെ ബാക്കി കിടക്കുന്നു എന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാൻ പറ്റുന്നുണ്ടാവില്ല. പക്ഷേ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണോടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഇതിനകത്ത് നടന്നിട്ടുള്ള എന്ത് കാര്യങ്ങളും ആയിക്കോട്ടെ ഈ ഒരു പേഴ്സണെ നിങ്ങൾ ചിലപ്പോൾ വീണ്ടും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് ഏതൊക്കെയോ കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വേണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് അഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇനി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരവസ്ഥയിൽ നിങ്ങൾക്ക് ഇരിക്കുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിധേന ഈ ഒരു പേഴ്സൻ്റെ ഒരു കോൺടാക്റ്റ് കിട്ടി, അല്ലെങ്കിൽ ഇടയ്ക്ക് വീണ്ടും ഈ ഒരു പേഴ്സൺ ഓഫ് ആവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി വേണം എന്നുള്ള ആ ഒരു ദൃഢനിശ്ചയം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കും നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സണെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടേതാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ വളരെ നല്ലൊരു എനർജി എന്ന് വേണമെങ്കിൽ പറയാം. അതായത്
സ്വയമായിട്ട് മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അല്ലെങ്കിൽ വളരെയധികം ഡിറ്റർമിൻഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നമ്മൾ പറയുന്നത് പോലെ ഒരു എല്ലും കഷ്ണം കാണിച്ച് തൃപ്തിപ്പെടാൻ പറ്റുന്ന ഒരു പരുവത്തിലല്ല നിങ്ങളുള്ളത്. നിങ്ങൾ വളരെയധികം നിങ്ങൾ അർഹിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൻ്റെ സ്നേഹമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗം നിങ്ങളാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ സ്വയം നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്രയും ഈ ഒരു പേഴ്സൻ്റെ ആണെന്നുണ്ടെങ്കിലും അത്രയും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തിയെ കൊല്ലുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയധികം ആ ഒരു പേഴ്സൺ നിങ്ങളിൽ ഫോക്കസ്ഡ് ആണിപ്പോൾ. അതായത് ഇവിടെ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ഒരുപാട് തീരുമാനിച്ചിട്ടുള്ള ഒരു പേഴ്സണാണ്. പലതവണ അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പേഴ്സൺ അതിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊന്ന് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്നൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ഒരു മാറ്റം കാര്യങ്ങൾ ഉണ്ടായിട്ട് പോലും ആ ഒരു ഫയർ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഇൻ ദ സെയിം വേ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഒരു എക്സ്പീരിയൻസസും കാര്യങ്ങളാണ്. ഒരിക്കലും അവർ തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഫിസിക്കലി ഉള്ള കാര്യമല്ല, ഇമോഷണലി ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരാളുമായിട്ടുള്ള ബന്ധം കട്ട് ഓഫ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നു, അവരുടെ മെമ്മറീസ് വരുന്നു, വീണ്ടും കാണണമെന്ന് ആഗ്രഹം തോന്നുന്നു. ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നടക്കുന്നിടത്തോളം കാലം ആ ഒരു ബന്ധം അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എപ്പോഴാണോ നമ്മൾ മാനസികമായിട്ട് ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നത്, അപ്പം മാത്രമാണ് അത് കട്ട് ഓഫ് ആയി പോകുന്നത്. ഈവൻ ചില വ്യക്തികൾ കൂടെ ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് യാതൊരു താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ ബന്ധം കൂടെ ഉണ്ടെങ്കിൽ പോലും എന്നേ അവസാനിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തമ്മിൽ വളരെ സൈലൻസ് ആയിട്ട്, അല്ലെങ്കിൽ മാറിയിരിക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു എനർജിക്ക് ഇടയിൽ മറ്റു ആൾക്കാരുണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രത്യക്ഷത്തിൽ ചിലപ്പോൾ പലരുടെ മുൻപിലും, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ മുന്നിലാണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ കണ്ണിലാണെന്നുണ്ടെങ്കിലും ഇത് അവസാനിച്ചോ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇങ്ങനെയൊക്കെയാണല്ലോ കാണിച്ചതെന്ന് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ആറ്റിറ്റ്യൂഡിൽ അവരും പലതും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ ഇത് ഇപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ തമ്മിൽ ആ ഒരു ഡീപ്പ് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള പേഴ്സൺസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരിക്കലും ഇതിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ട് സാധിക്കാതിരിക്കുന്നത്. നമ്മൾ ഈ ഒരു മാച്ച് മെയ്ഡ് ഇൻ ഹെവൻ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള രണ്ട് എനർജീസാണിത് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെയായിരിക്കും പലപ്പോഴും നിങ്ങൾ ബ്രെയിൻ പറയുന്നതായിരിക്കില്ല നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ചെയ്തിട്ടുണ്ടാവും. നിങ്ങളുടെ ഒരു ഹാർട്ട് എന്ത് പറയുന്നു, അല്ലെങ്കിൽ ആ ഇമോഷൻസ് എന്ത് പറയുന്നു, അതായിരിക്കും നിങ്ങൾ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ നിങ്ങൾക്ക് വന്നതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സ്പിരിച്വലി നിങ്ങൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രെങ്ത്നസ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കംപ്ലീറ്റ്ലി യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. എനിക്കുള്ളതാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സ് എന്നിലേക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ള ആ ഒരു എനർജിയിലായിരിക്കും ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു വിൽ പവർ ആയിക്കോട്ടെ, നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു അട്രാക്ഷൻ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഉണ്ടാകുന്നുണ്ട്. അതായത് എല്ലാ തരത്തിലും ഈ ഒരു പേഴ്സണ് നിങ്ങളോട് ഫീലിങ്സ് ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി വളരെയധികം ഫിസിക്കലി ഈ ഒരു പേഴ്സൺ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നൊരു സമയത്താണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും ഈ ഒരു പേഴ്സണിനോട് കൂടുതൽ ഫിസിക്കൽ കണക്ഷൻ ആണോ ഉള്ളത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി ആണോ എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഒരു ആകർഷണം, അല്ലെങ്കിൽ ഈ പറയുന്ന ഫിസിക്കലി ആയിക്കോട്ടെ എല്ലാ തരത്തിലും നിങ്ങളോട് തോന്നുന്നത് ആ ഒരു എനർജീസ് നിങ്ങളിലുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു കോൾഡ് വാർ തീർച്ചയായിട്ടും ഉടനടി തന്നെ അവസാനിക്കുമെന്നുള്ളതാണ്. ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ എന്നിലേക്ക് വരട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് ഇവരുടെ ഒരു എനർജി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അവർ ഒരുപാട് നിങ്ങളെ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആകർഷിക്കുന്നു, ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അങ്ങോട്ടൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിസയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഇത് കേട്ടോട്ടനെ തന്നെ ഒന്ന് അങ്ങോട്ട് പോയി മിണ്ടിയേക്കാം എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ജനറൽ റീഡിംഗ് ആകുമ്പോൾ തീർച്ചയായിട്ടും ആക്ഷൻസ് അല്ല, ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ഗൈഡൻസ് ആണ് നിങ്ങൾ ഏറ്റവും മുഖവിലയ്ക്ക് എടുക്കേണ്ടത്. അതുകൊണ്ട് ആക്ഷനായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല, എങ്കിലും അവരുടെ ആ ഒരു ഡിസയർ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് അങ്ങോട്ട് ചെന്നിരുന്നെങ്കിൽ എന്നുള്ളത്. നിങ്ങളും അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും അറ്റ് എ ടൈം സെയിം കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സൺ ഒരു നിഗൂഢതയാണ്. കാരണം അവർക്ക് നിങ്ങളെക്കുറിച്ച് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ എന്തൊക്കെയോ ഒരു മിസ്റ്ററീസ് നിങ്ങൾക്കുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടായോ എന്നെല്ലാം ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സൈലൻസ്, നിങ്ങൾ എന്തുകൊണ്ടും മിണ്ടുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ പുറകെ നടന്നിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യാതെ നിങ്ങൾ വളരെയധികം മാറിപ്പോയിരിക്കുന്നു. ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, ഈ ഒരു പേഴ്സൺ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇവരില്ല, അല്ലെങ്കിൽ ഇവരോടൊന്ന് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, വളരെയധികം അവർക്ക് ഒരു ഫിയർ ഉണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് വേദനാജനകമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തുനിന്ന് ചീറ്റിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. സ്ട്രോങ് തേർഡ് പാർട്ടി എനർജീസ് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. നിങ്ങളുടെ വ്യക്തിക്കാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കണ്ടിന്യൂ ചെയ്തു പോയത് കാരണം പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ തന്നെയാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ നിങ്ങളുടെ ആ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കർമ്മ ബാഗേജസ് ക്ലിയർ ആവാനായിട്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾ എന്താണോ ചെയ്തത് അത് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കാം, നിങ്ങളെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാനായിരിക്കാം, നിങ്ങളുടെ ആ ഒരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും നേരത്തെ തന്നെ പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്തൊരു മൂൺ എനർജി വന്ന് ഒരു ഇരുട്ടിൽ നിങ്ങളായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ആ ഒരു സൺ എനർജിയും യൂണിവേഴ്സായിട്ട് തന്നെ ഇതിനകത്ത് കൊണ്ടുവന്ന് തരുന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും അകന്നു പോകേണ്ടുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ടേ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോകാനായിട്ട് സാധിച്ചാൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു ഹാർട്ട് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് വരില്ലായിരുന്നു. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫ് നോക്കി പോകാൻ സാധിച്ചേനെ. ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു ഫയർ നിങ്ങൾക്ക് ഉള്ളിലുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കാരണം ഈ ഒരു പേഴ്സണെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നെ ഉണ്ടാക്കി തന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വ്യക്തിയുടെ കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരും ഒരുപാട് തവണ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാൻ നോക്കിയിട്ട് പക്ഷെ പറ്റുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാനുള്ള ആ ഒരു ആർജവം അവരിൽ ഉണ്ടാക്കുന്നത് പോലും ആ ഒരു യൂണിവേഴ്സൽ പവറാണ്. നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു ഡിവൈൻ ടൈം എന്ന് പറയുന്നത് ഇതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ എല്ലാം റിസൾട്ട് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു ടൈം പീരീഡ് ആണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിലേക്ക് പോകും എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്കുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നൽകാനായിട്ട് പോകുന്നത്. അതായത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ പുറകെ ഒരുപാട് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കെഞ്ചി പോയിട്ടുണ്ടാവാം, ക്ലാരിറ്റി ചോദിച്ച് പുറകെ പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു ജസ്റ്റിസ് കിട്ടിയിട്ടില്ലാത്ത വ്യക്തികളായതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കാണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വളരെയധികം ഇമ്പോർട്ടൻസ് കിട്ടാനായിട്ട് പോകുന്നത്. അതായത് ഈ ഒരു പേഴ്സണ് നിങ്ങളോട് വിധേയത്വത്തോടു കൂടി നിൽക്കാനുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു വ്യക്തി വരും എന്നുള്ളതാണ്. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു കടിഞ്ഞാൺ നിങ്ങളുടെ കൈകളിലേക്ക് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു റീഡിങ്ങിനകത്ത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഒരുപാട് റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകയും സഫർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് അതെല്ലാം ഓവർകം ചെയ്ത് ഇപ്പോൾ പുറത്ത് വന്ന് നിൽക്കുന്ന വ്യക്തികൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് സ്റ്റേറ്റസ് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് വേദനിച്ച് കരയുകയും വിഷമിക്കുകയൊക്കെ ചെയ്തൊരു സമയത്ത് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ടുണ്ടാവും, എൻ്റെ കണ്ണീര് കാണുന്നില്ലേ, അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലേ എന്നുള്ളതല്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കൈ കൊണ്ട് തല്ലിയിട്ടുണ്ടെങ്കിൽ മറുകൈ കൊണ്ട് തലോടും എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് പോലെയുള്ള ആ ഒരു എനർജിയാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയും കാര്യങ്ങളും നമ്മൾ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു യൂണിവേഴ്സിൻ്റെ ഒരു മിറാക്കിൾ സംഭവിക്കാൻ, ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ പേഴ്സണായിട്ടുള്ള റീകൺസിലേഷന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.